അദ്ദേഹം പോകേണ്ട എപ്പോഴും സിവിൽ ഡ്രസ്സിൽ തന്നെ അവിടെ പോകണം. ചെറുത്താൻ കയറിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നുന്നുണ്ട് സൈക്കോളജിക്കലി ബഗറാണ് ഇയാളെ കണ്ടിന്യൂ പറ്റി നാഗ് സൈദ്രേന്ദ്രി പറഞ്ഞ തുപ്പും അവനെ കുഞ്ചിരുത്തി കൂമ്പിനിട്ട് ഇടിക്കണം. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഒരു വ്യക്തിയെയും അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. രണ്ടാമത് മോഹൻലാൽ, അദ്ദേഹം ഒരു നടനാണ്, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കേരള പോലീസ് കേസെടുത്തതിന് തികച്ചും ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്, അങ്ങനെ ചെയ്യണം. ഇവ ഹാർട്ട് പേഷ്യൻ്റാണ്. അന്യ ആകത്തിൽ കിടന്നെങ്കിൽ ഇപ്പോൾ അവൻ്റെ അമ്മ എന്ന് പറയുന്നത് അവൻ എന്ത് ഹാർട്ട് പേഷ്യൻ്റ് ആയാലും ശരി, ഹാർട്ട് പേഷ്യൻ്റൊക്കെ ചെയ്യണ പരിപാടിയാണ്. എന്തോരം പേരുണ്ട്, എന്തോരം യൂട്യൂബേഴ്സ് ഉണ്ട് നന്നായിട്ട് ജീവിക്കുന്നത്. ഇത് കാര്യത്തിലാണ് ഈ നാട്ടുകാരെങ്കിലും ഊക്കി ജീവിക്കുന്നത്. ഇവരൊക്കെ ഈ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ നിന്നിട്ട് അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഒന്നുമില്ലെങ്കിലും അയാളൊരു മിലിറ്ററിയുടെ ഒരു അവാർഡ് കിട്ടിയൊരു മനുഷ്യനല്ലേ, ഒരു പദവി കിട്ടിയൊരു മനുഷ്യനല്ലേ. ഈ നമ്മുടെ സൈനിക തലവനെയൊക്കെ ഇട്ട് ഇങ്ങനെ പറയാനായിട്ട് ഇയാൾ സത്യം പറഞ്ഞാൽ ഇയാൾ ആരാണ്? ഇയാളെ 4 പേർക്ക് അറിയൂ. ഇയാളെ കണ്ടിന്യൂ പറ്റി നാഗ് സൈദ്രേന്ദ്രി പറഞ്ഞ തുപ്പും. ഇവനൊക്കെ 6 വർഷം മുമ്പ് പോയിട്ട് നാട് കിടത്തിയല്ലേ. ഇവനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നാട് കിടത്തുന്ന സമയം വന്ന് കുറച്ച് ആൾ കിടക്കട്ടെ, അനുഭവിക്കട്ടെ. അത്രയും എനിക്ക് പറയാനുള്ളു. ഇവനൊക്കെ അനുഭവിച്ചില്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാനാണ്? ലാലേട്ടൻ അവിടെ ചെന്ന് അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ്, പുള്ളിയുടെ ട്രസ്റ്റ് വഴിയാണെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ്, എന്നിട്ട് ഇങ്ങനെയുള്ളൊരു മനുഷ്യരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ സൈന്യത്തിനെയും കൂടി അധിക്ഷേപിക്കുന്ന പോലെയാണത്. ഇവൻ ഇങ്ങനെയല്ല കിടക്കേണ്ടത്, ഇവൻ പിന്നെയും കിടക്കണം. അയാൾ ആ സ്ഥലത്ത് പോവുക, അവിടുത്തെ ജനങ്ങളെ ആശ്വസിപ്പിക്കുക, അയാളെ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറയുക, അവരോടൊപ്പം നിൽക്കുക, അതൊക്കെ നല്ല കാര്യമല്ലേ മോഹൻലാൽ ചെയ്താൽ. അവർ ഇയാളോട് പറയുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഇത് അങ്ങനെയൊക്കെ പറയും, പിന്നെ എല്ലാവരും പോവും. അതല്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ പറഞ്ഞു പോണ ആൾക്കാരെ കൊടുത്തത് എന്നെ പെടുത്തരുത്, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നൊക്കെ അവർക്ക് വാക്ക് കൊടുത്ത ഒരു മനുഷ്യനൊരു വലിയ മനുഷ്യൻ. അതിന് ഈ ചെകുത്താനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണം, അവനെ കുഞ്ചിരുത്തി കൂമ്പിനിട്ട് ഇടിക്കണം എന്നുള്ള അഭിപ്രായക്കാരനെ. ചെകുത്താൻ തന്നെയാണ് അയാൾക്ക് അർഹിക്കുന്ന പേര്. ചെകുത്താനെ പിടിച്ച് ജയിലിട്ടാൽ പോലെ അയാളെ കരിങ്കൽ തുറങ്കലിൽ അടയ്ക്കണം. ജീവിതത്തിൽ ഒരിക്കലും ഇനി ഇത്തരം യൂട്യൂബ് അയാൾ ഇടരുത്. കേരളത്തിൽ നിങ്ങൾ ഈ മൈക്ക് കയറ്റി ചെന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ ചെകുത്താനെ പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയായിരിക്കും ചിലപ്പോൾ. സൈക്കോളജിക്കലി ബഗറാണ് അയാൾ. മോഹൻലാൽ അവിടെ ആർമിയുടെ ഒരു വേഷത്തിൽ പോയെന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കും പറഞ്ഞാൽ റാങ്കിലുള്ള ആളാണ്. അയാളുടെ ഔദ്യോഗിക ദൗത്യത്തിന് വേണ്ടിയാണ് അവിടെ പോയത്, അല്ലാതെ അതൊരു ഷോയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംഭവമൊന്നുമല്ല. മാത്രമല്ല അയാളവിടെ പോയിട്ട് വെറുതെ പോയതൊന്നുമല്ലല്ലോ. വിശ്വശാന്തി ഫൗണ്ടേഷൻ, അയാളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിലൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിൽ നിന്ന് അയാൾ അവിടുത്തെ ദുരിതം കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു 3 കോടി രൂപ അയാൾ അവരുടെ വകയായിട്ട് ആ ഫൗണ്ടേഷൻ്റെ വകയായിട്ടുള്ള ഒരു ഡൊണേഷനും, അയാളുടെ ഔദ്യോഗിക പദവി അയാൾ ദുരുപയോഗം ചെയ്തിട്ടില്ല. ചെയ്യേണ്ട കാര്യമാണ് അയാൾ ചെയ്തത്. പട്ടാളം പോയിട്ടാണ് അവിടെ ബെയിലി പാലം പണിത്. പിന്നെ ഇയാൾ പട്ടാളത്തിൽ ഇയാൾക്ക് ഇതുള്ളതാണ്, ഇയാളെ ആവേശത്തിൽ പോയെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെ. എന്തായാലും ചെകുത്താൻ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. അയാളെ അറസ്റ്റ് ചെയ്യണം അത്യാവശ്യമായിരുന്നു. മോഹൻലാൽ ഒരു വ്യക്തിയാണ്, അതായത് ജനങ്ങളുടെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിനെ ജനങ്ങൾ ആരാധിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും സിവിൽ ഡ്രസ്സിലേ പോവാവും. പറഞ്ഞ മനസ്സിലായി. നമ്മൾ യൂണിഫോമിനെ ആക്ഷേപിക്കരുത്, അത് മോശമാണ്. നമ്മുടെ അതിർത്തി ഭടന്മാർ, നമ്മുടെ സംരക്ഷകർ ഉപയോഗിക്കുന്ന യൂണിഫോമാണ് അത്. ഇന്ത്യയുടെ ഒരു മഹാഭാഗ്യമെന്ന് കണക്കാക്കണം. അതിനെ ആക്ഷേപിക്കുന്നത് ലജ്ജാകരമാണ്. അതിനെ മോശമായിട്ട് ചിന്തിക്കുന്നത് പോലും വെറും മ്ലേച്ഛമായ വിവരമില്ലാത്ത സംസ്കാരമില്ലാത്ത മനുഷ്യരെ അതിനെ പുച്ഛിക്കും. പക്ഷെ മോഹൻലാൽ എന്ന ഒരു വ്യക്തി, ഒരു നടൻ, അദ്ദേഹം പൊതുസ്വത്താണ്, പൊതുജനങ്ങളുടെ ഒരു ആരാധകനാണ്. മോഹൻലാൽ നമ്മുടെ കേരളത്തിൽ പദവി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് യൂണിഫോമിൽ അത് എടുക്കാമല്ലോ. യൂണിഫോം അവർക്ക് ധരിക്കുക, അതിനുള്ള അവകാശമുണ്ട് അവർക്ക്. പട്ടാളക്കാരനല്ലേ, അപ്പോൾ യൂണിഫോമെല്ലാം ഇടണ്ടേ. ഇപ്പം ഇയാൾ പറഞ്ഞ തെറ്റല്ലേ ചെകുത്താൻ, കളിയാക്കി പോലെ ആയില്ലേ. അയാളെ മര്യാദ കാണിക്കണ്ടേ ചെകുത്താൻ. ആളെ ഇഷ്ടമായി, നന്നായി കഴിഞ്ഞ് കിട്ടേണ്ട കിട്ടിയ. അത് വളരെ മോശമായിരുന്നത്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ഉന്നതയിലിരിക്കണ വ്യക്തിനെ ഇങ്ങനെ കളിയാക്കി പറയും, അപവാദങ്ങൾ പറയുകയൊക്കെ ചെയ്യണത് മോശമാണ്. ശരിയാണെന്ന് തോന്നണില്ല. കാരണം യൂണിഫോമിനെ എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞതിനോട് താല്പര്യമില്ല. അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അതൊക്കെ വേറെ ഇവർ തീരുമാനിക്കണത്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അങ്ങനെയൊന്നും പറയണില്ല, അതെനിക്കറിയില്ല. എന്തായാലും യൂണിഫോമിനെതിരെ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. മോഹൻലാൽ അവിടേക്ക് ചെന്നത് അവർക്കൊരു ആശ്വാസം കൂടിയിട്ടാണ്. അവർ ഇതിൽ
ആളെ കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതല്ല ചെയ്യാൻ പറ്റുള്ളൂ. പുള്ളി അറസ്റ്റ് ചെയ്ത് വളരെ നല്ല കാര്യമാണ്. അത് നല്ല കാര്യം തന്നെയാണ്. അതുപോലെ കുറേ ആൾക്കാരുണ്ട്. അദ്ദേഹം പോകേണ്ടത് എപ്പോഴും സിവിൽ ഡ്രസ്സിൽ തന്നെ അവിടെ പോകണം. അവിടെ പോയി ജനങ്ങളുമായിട്ട് സേവിക്കണം. അവർക്ക് വേണ്ട സാമ്പത്തിക എല്ലാം ചെയ്തു കൊടുക്കണം. അദ്ദേഹം അവിടെ കൂടുതൽ ഒരാഴ്ചയെങ്കിലും അവരോടൊപ്പം നിൽക്കണം. ആർമി യൂണിഫോമിനെ അധിക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല. ആ യൂണിഫോം ഇരിക്കുന്ന വ്യക്തികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ കേണൽ ആർമി യൂണിഫോമിൽ അധിക്ഷേപിച്ചത് ശരിയായ കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പറയട്ടെ, പലരും പല മൈൻഡ് പറയുമല്ലോ. പുള്ളി എല്ലാം കൊടുക്കുക, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. ഈ കേരളത്തിലെല്ലാം അറിയാവുന്ന ടീമാണ്, എല്ലാവർക്കും അറിയാം. പുള്ളി കൊടുക്കും, സഹായിക്കുന്ന ടീമാണ് പുള്ളി. പക്ഷേ പുള്ളിക്ക് NSUക്ക് പേരൊന്നും വേണ്ട. അതുപോലെയാണ് സുരേഷ്, മമ്മൂട്ടി. അതുപോലെ തന്നെ മമ്മൂട്ടി 20 ലക്ഷം കൊടുത്തു, 15 ലക്ഷം രൂപ കൊടുത്ത് ഇനിയും പുള്ളി കൊടുക്കുന്ന ടീമാണ്. അങ്ങനെ കൊടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റാം. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ അയാളെ അഭിഷേചിക്കുന്നത് ശരിയല്ല, അതിൽ തെറ്റ് തന്നെയാണ്. ഈ പറഞ്ഞ ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആളിനെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ട് പുള്ളി മോഹൻലാലിനെ പറ്റി അല്ലേ പ്രതികരിക്കും. യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ലെഫ്റ്റനന്റ് കേണല്ല. അങ്ങനെ മോഹൻലാൽ മാത്രമല്ല, കപിൽ ദേവായിട്ടുണ്ട്, MS ധോണിക്കൊക്കെ പുതിയ ആൾക്കാരെ മിലിറ്ററിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു ഇതാണ്. ആകർഷിക്കാൻ, യുവാക്കളെ മിലിറ്ററിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇതുപോലെ സെലിബ്രിറ്റികളെ ഇതാക്കുക. ആ കൂട്ടത്തിൽ ഒരാളാണ് മോഹൻലാൽ. പുള്ളിയെ അപ്പം ആ സമയത്ത് പുള്ളി യൂണിഫോം ഇട്ട് വന്ന വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവനെന്തിനാണ് ഈ മോഹൻലാലിനെ പോലുള്ള ആളെ കുറ്റം പറയാനുണ്ടാവുക? അതിന് യൂണിഫോം ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ ലെഫ്റ്റനന്റ് കേണലാകുമ്പോൾ അതിൻ്റെ യൂണിഫോം ഇട്ടു, അത്രയേ ഉള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. അവനെ ജയിലിലടച്ച് അവനെ ഒരു 3-4 വർഷം ജയിലിൽ പിടിച്ചിടണം. നല്ല ഇടിയും കൊടുത്തിട്ട് അവനാ തെണ്ടിത്തരാവും കാണിച്ചു. അവനെന്തിനാതെ അവനിക്ക് ആവശ്യമില്ലാത്ത പണിക്കുന്നു. അവനവൻ്റെ കാര്യം നോക്കി പോയപ്പോൾ അവരവരുടെ ചെയ്തോട്ടെ. മോഹൻലാലിന് അങ്ങനെ സർക്കാർ അധികാരം കൊടുത്തേക്കുന്ന ആളാണ്. പുള്ളിനെ ഇപ്പോൾ സല്യൂട്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. അങ്ങനെ ആൾക്കാർ കളിയാക്കിയാൽ എങ്ങനെ ശരിയാവണേ? അത് ന്യായമല്ല, കളിയാക്കാൻ പാടില്ല. അവരവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ആ ആർമി വേഷത്തിൽ പോയത്. അതിന് ഒരിക്കലും തെറ്റ് പറയാൻ ഒക്കില്ല. മഫ്തി ചെന്നാൽ അവരാരും വകവയ്ക്കില്ല. ആ തെറ്റ് പറഞ്ഞ് ആരായാലും ശരി, അത് മാപ്പ് ഓപ്പണായിട്ട് മാപ്പ് പറയണം. നിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ മാപ്പ് പറയണം. അതുകൊണ്ട് അതിനോട് എല്ലാ ജനങ്ങളും മൊത്തം അതിനോട് യോജിക്കും. പിന്നെ ഈ പറഞ്ഞത് ചെകുത്താനാ. അത് ചെകുത്താൻ കയറിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നുന്നുണ്ട് ഇങ്ങനെയാണ് വന്നതെന്നുള്ളത്. അതേ ഉള്ളൂ. ഈ ചെകുത്താൻ അയാൾ ചെയ്തത് ശരിയാണെന്ന് തോന്നാറില്ല. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ള ഒരു നയം. അത്